ഇടിച്ചിട്ട് മുടിയെ പൊക്കി മേപ്പോട്ട് പൊക്കിയിട്ട് നിലത്തൊറ്റ ഒരടി. മറ്റേ മൂത്ത മോനെ കൊണ്ടുപോയിട്ട് കുനിച്ച് നിർത്തിയിച്ച് അവരെ കോട്ടേഴ്സിൽ കൊണ്ടുപോയി ഇടിച്ച് വിളിച്ചിറക്കി. 2 മക്കളെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു റംബുട്ടാൻ പറിക്കാൻ വരാൻ പറഞ്ഞു. നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന വ്യാജ പരാതിയിൽ പ്രതികളെ പിടിക്കാനായി എടുത്തു ചാടിയ പോലീസിന് തന്നെ ഇപ്പോൾ വിമർശനം നേരിടുകയാണ്. പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ വിചിത്രമായ സംഭവമുണ്ടായത്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം ഏതാനും കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും മുതിർന്നവരായ 2 കുട്ടികളെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രിയിൽ പോലും ഈ കുട്ടികളെ യാതൊരു പരിഗണനയും നൽകാതെ പോലീസ് എത്തി വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന് ആണ് ഇപ്പോൾ മാതാപിതാക്കളുടെ പരാതി. ഏതായാലും പോലീസിന് നേരെ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇത്തരത്തിൽ മർദ്ദനമേറ്റ ഒരു യുവാവിൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പോലീസ് എപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്? 3:45 പോലീസുകാർ പെരക്കകത്ത് കയറി വന്ന് രാത്രി വിളിച്ചിറക്കി. 2 മക്കളെയും വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു റംബുട്ടാൻ പറിക്കാൻ വരാൻ പറഞ്ഞു. അത് അവരിങ്ങോട്ട് മുറ്റത്തോടിറങ്ങി ഇങ്ങോട്ട് പിടിച്ചിറക്കി കാറെ കയറ്റി കൊണ്ടുപോയതിന് ശേഷം അവിടെ ഞങ്ങൾ ഓട്ടോ വിളിച്ചങ്ങ് വരാൻ പറഞ്ഞു. ഓട്ടോ വിളിച്ച് അവിടെ ചെന്നപ്പം അതിലൊരു കുഞ്ഞ്, എൻ്റെ ഇളയ മോൻ അവിടെ മാറി 4 പോലീസുകാർ മുമ്പിൽ ഇരിപ്പുണ്ട്. മറ്റേ മൂത്ത മോനെ കൊണ്ടുപോയിട്ട് കുനിച്ച് നിർത്തിയിച്ച് അവരെ കോട്ടേഴ്സിൽ കൊണ്ടുപോയി ഇടിച്ച് 3-4 ഇടി ഇടിച്ചെന്ന് പറഞ്ഞവൻ. ഇടിച്ചിട്ട് മുടിയെ പൊക്കി മേപ്പോട്ട് പൊക്കിയിട്ട് നിലത്തൊറ്റ ഒരടി. അന്നേരം പറഞ്ഞു സാറേ എന്നെ ഉപദ്രവിക്കരുതെന്ന് അവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഉപദ്രവിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ നിൻ്റെ മറ്റേതാ മറിച്ചേതാന്നും പറഞ്ഞ് പിന്നെ 2-3 ചീത്ത വിളിച്ച് പിന്നെ അടി തുടങ്ങിയപ്പോൾ സാറേ ഞാനിത് ഈ പെണ്ണെ അറിയാവോ, നീ കഞ്ചാവ് അടിക്കോടാ, ചാരായം അടിക്കോടാ, ജഗരി ഉപയോഗിക്കോടാന്നും പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞിട്ട് അടി കഴിഞ്ഞിട്ട് കാറിനകത്ത് കയറ്റി അവരുടെ ഇതിനകത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. കാറയിലെ പോലീസുകാർ വന്നത്. യൂണിഫോം അല്ലായിരുന്നു, അല്ലാത്ത വെള്ള ഡ്രസ്സിലാണ് വന്നത്. വനിതാ പോലീസുകാരൊന്നും ഇല്ലായിരുന്നു, മൊത്തം ആണുങ്ങളായിരുന്നു. വീട്ടിൽ പെരക്കകത്തുള്ളിൽ കയറി വന്നാൽ ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഇത്രയും ചെയ്തത്. അതിനെന്ത് വന്നു വെച്ചാൽ നിയമം വഴി കൂടെ നമുക്ക് പോലീസുകാർ അന്ന് ഇത് ചെയ്യണം. സ്റ്റേഷനിലേക്ക് രാത്രി അന്ന് തന്നെ ഓട്ടോയിൽ വിളിച്ച് അന്നേരം തന്നെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയമ്മയെന്ന് ഇളയ മോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇപ്പം കുഞ്ഞിനെ കാണിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ 12 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ. രാത്രിയല്ല, രാവിലെ പിറ്റേന്ന് ദിവസം 12 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞു. അപ്പം നമ്മൾ 9 മണിയായപ്പോൾ ഇവിടെ നിന്ന് പോയപ്പം സാറേ ഒന്നുകൂടെ കാണിക്കാൻ പറഞ്ഞപ്പോൾ കാണിക്കത്തില്ല, ഇപ്പം അതിന് നിയമം വഴിയൊക്കെ പോയതിന് ശേഷം കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ പറയുന്നു ചോറ് മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. ചോറ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒന്ന് കാണിക്കുക കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഒക്കത്തില്ല കാണിക്കാനും കൊണ്ട് എന്ന് പറഞ്ഞു. അന്നേരം 4:45 എൻ്റെ കുഞ്ഞിനെ കാണിക്കുന്നത്. യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. യാതൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാതാണ് ഈ പിടിച്ചോണ്ട് പോയി ഇങ്ങനെ മർദ്ദിച്ച് ചെയ്തത്. ഈ വ്യാജ പരാതിയാണ്, അതുപോലും അന്വേഷിക്കാതാണ് പോലീസ് വന്നത്. അത് തന്നെ പോലീസിനെതിരെ നടപടി എടുക്കണമെന്നൊരു ആവശ്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. അത് തന്നെ മേലിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇത് ഉണ്ടാവരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുക, നാളെ ഒരു സമയത്ത് വേറൊരു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാവരുത്. അതുകൊണ്ട് നിയമം വഴി കൂടെ ഈ പോലീസുകാരെ കൈയേറിയിട്ട് ഇത് ചെയ്യണം. ഈ ബുദ്ധിമുട്ടുണ്ടായത് മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ? ജോലിക്കൊക്കെ പോകാൻ പറ്റിയോ? അവന് കുഴപ്പമെന്ന് വെച്ചാൽ വേദന ഇല്ലെന്ന് പറഞ്ഞ് അന്നേരം അവൻ പറഞ്ഞ് പണിക്ക് പോയിരുന്ന എങ്ങനെ ഞങ്ങളത് റംബുട്ടാനൊക്കെ പറിച്ച് വിറക് കെട്ടിയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഒപ്പമുള്ള ഒരു പയ്യനെ, അതായത് ബൈപ്പാസ് സർജറി ചെയ്തിട്ടുള്ള ഒരു പയ്യനെ വരെ ആ പയ്യനെയും കൂടെ ഉപദ്രവിച്ച് ആ ചെറുക്കനൊന്നും സുഖമില്ലാത്ത ചെറുക്കനെയും കൂടെ മേലിൽ നോവിച്ചത്, കാലിലും ഒക്കെ അടിച്ചതും ചെവിക്ക് പിടിച്ച് വലിച്ചതും അവൻ്റെയും മുടിക്ക് പിടിച്ച് വലിച്ചതും ഒക്കെ വലിയൊരു നാണക്കേട്. അതുകൊണ്ട് നമുക്ക് നാണക്കേടൊന്നും വിട്ടുമാറുമോ? ഇത് ഇല്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റാണ്, അല്ലെങ്കിൽ വളരെ ഒരു തെറ്റാണ് ഇത് ചെയ്തത് പോലീസുകാർ. രാത്രി 1 മണിക്കും 12 മണിക്കും ഒക്കെ വന്ന് ഇങ്ങനെ വീട്ടിൽ വന്ന് പിടിച്ചോണ്ട് പോകാൻ. അത് തന്നെയല്ല, ഒരു പ്രായപൂർത്തിയായ ഒരു പെണ്ണുണ്ട്, പെരക്കകത്ത് കയറി പോലീസുകാർ ഇങ്ങനെ വന്ന് പിടിച്ചോണ്ട് പോകുന്നത് വളരെ തെറ്റാത്. ശക്തമായ നടപടി എടുക്കണം. ആരെങ്കിലും ജനപ്രതിനിധികളോ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചോ? MLA ആരെങ്കിലും? ആരും വിളിച്ചില്ല. മെമ്പറോട് പറയുമ്പോൾ മെമ്പർ ആദ്യം ഇതും ഇങ്ങനെയൊക്കെ ആണ് ആ മെമ്പർ പറയുന്നത്. പോലീസുകാരെ വിളിക്കാം അങ്ങനെ വന്നാ മെമ്പർ പറയുന്നത്. എനിക്ക് തോന്നുന്നു മെമ്പറും ഇതിനകത്ത് കയ്യാൻ തോന്നും.
നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും? ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല സാറേ. നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഇതാ. രണ്ട് കുട്ടികളെ ഉണ്ട്. അപ്പം ഒരു കൂട്ടത്തിലൊരു കുട്ടികളും ആ കുട്ടികൾ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായി കാണും. അവന് എൻ്റെ ഇളയ മോനും ബുദ്ധിമുട്ടായിരുന്നു. അവന് പേടിയായി പോയെന്ന് പറഞ്ഞു. നീ അവനെയും കൊണ്ടിട്ട് ഇടിക്കുമോ എന്നുള്ള പേടിയായി പോയി. പിന്നീടാണ് അറിയുന്നത് ഈ വ്യാജ പരാതിയാന്നൊക്കെ അറിയുന്നത്. ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സമൂഹത്തിന്റെ അവസ്ഥ അല്ലേ? അത് തന്നെ. പിള്ളേരിങ്ങനെ തുടങ്ങി എന്തോ ചെയ്യും? പോലീസിന് പോലും അത് കൃത്യമായിട്ട് പോലീസുകാർ അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ഇത് പിടിച്ചോണ്ട് പോയി ചെയ്യാനും കൂടെ. അല്ല നട്ടാ പകൽ വന്ന് പിടിച്ചോണ്ട് പോകും. ഇത് പകൽ രാത്രിയിലൊക്കെ വന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് പോയാൽ എന്തോ ചെയ്യും? ഇതാണ് കഴിഞ്ഞ ദിവസം കൂടൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഭവിച്ചത്. നിരപരാധികളായ കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ സ്കൂളിൽ നിന്ന് ലഭിച്ച കൗൺസിലിങ്ങിന് ശേഷം ചൈൽഡ് ലൈനിന് ലഭിച്ച ഒരു മൊഴിയെ തുടർന്നാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത കേസെടുത്തത്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴി അത് തെറ്റാണെന്നും വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണെന്നും വ്യക്തമാവുകയായിരുന്നു. അതേ തുടർന്ന് ഈ പിടിയിലായ കസ്റ്റഡിയിലെടുത്ത കുട്ടികളെയൊക്കെ വെറുതെ വിട്ടുകയും ചെയ്തു. എന്നാൽ ഈ കുട്ടികൾ ഇപ്പോൾ മാനസികമായ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ മാതാപിതാക്കളും മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മർദ്ദനമേറ്റ കുട്ടി, അതായത് ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരു 21 വയസ്സുകാരന് വരെ ക്രൂരമായി മർദ്ദനമേറ്റു എന്ന് പരാതിയുണ്ട്. അത്തരത്തിൽ പോലീസ് എടുത്തു ചാടി ചെയ്തത് ഇപ്പോൾ പോലീസിന് തന്നെ അത് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. പോലീസിനെതിരെ വ്യാപകമായ വിമർശനമുയരുന്നു, പ്രതിഷേധമുയരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ മാതൃകാപരമായ നടപടിയെടുക്കണം. ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോയി മർദ്ദിക്കുകയും ഇല്ലാത്ത കേസിൽ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത പോലീസിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഈ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമുള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.